സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിസാക്ഷാ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 23-ാമത്തെ ദശകത്തിൽ 2 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ദക്ഷചരിതവും ചിത്രകേതുപാഖ്യാനം എന്ന് പറയുന്ന കഥ 2 ഭാഗം ഈ ദശകത്തിൽ വരുന്നുണ്ട്. 2 ശ്ലോകത്തിൽ അങ്ങനെയാണ്. ഇനി ദക്ഷൻ സൃഷ്ടിക്കാനായിക്കൊണ്ട് ഭഗവാനെ തപസ് ചെയ്തു എന്നും വരങ്ങൾ കൊടുത്തു 3 പ്രാവശ്യം സൃഷ്ടി ചെയ്യാനായിക്കൊണ്ട് പത്നിയെ അനുഗ്രഹിച്ചു കൊടുത്തു. അസിക്കിനി, പഞ്ചജനൻ്റെ പുത്രിയായിരിക്കുന്ന അസിക്കിനിയെ പത്നിയായിട്ടും ഭഗവാൻ നിശ്ചയിച്ചു കൊടുത്തു. എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ്. ആർക്ക് പത്നിയാവണം, ഭക്താവണം, ഇതെല്ലാം നിശ്ചയിക്കുന്നത് മകനും മകളും അടക്കമാവണത് ആരാണ് നിശ്ചയിക്കുന്നത്? ഭഗവാനാണ് എന്നാണ്. ജന്മകർമ്മങ്ങളുടെ എല്ലാം നിയന്ത്രണം ഭഗവാനാണല്ലോ. അതിൽ 1000 പുത്രന്മാർ, ആദ്യം 10,000 പിന്നെ 1000, 2 തരത്തിലുള്ള പുത്രന്മാരെയും നാരദൻ മോക്ഷമാർഗത്തിലേക്ക് അയച്ചു. ദക്ഷൻ കുപിതനായിട്ട് നാരദനെ ശപിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഋഷിയാവട്ടെ നാരദൻ അത് അനുഗ്രഹമായിട്ടെടുത്തു. നൈകത്രവാസവിഷയേസ മുമോച ശാപം ഭക്തോത്തമ ഋഷി അനുഗ്രഹമേവമേന. നന്നായി. ഇനി ഒരു ദിക്കിലും നിൽക്കാണ്ട് കഴിഞ്ഞും ഒരു ദിക്കിലും ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ 1000 കുട്ടികൾ ഒരിക്കൽ, ആദ്യം മുമ്പേ 10,000 കുട്ടികൾ, ആദ്യം 10,000 പിന്നെ 1000, 2 കൂട്ടരും പോയി എന്ന് കണ്ടപ്പോൾ ദക്ഷന് വിഷമായി. വംശവർദ്ധനവ് ഇല്ലാണ്ടാക്കിയല്ലോ നാരദൻ, ആണ് ശപിക്കാൻ കാരണം. ഇനി ഒരു കാര്യം ചെയ്യാം, 60 പെൺകുട്ടികളെ അങ്ങോട്ട് സൃഷ്ടിച്ചാലോ. അപ്പോൾ ആൺകുട്ടികളെ സൃഷ്ടിച്ചിട്ടാണ് ഈ നാരദൻ വഴിപഴപ്പിക്കണത്. പെൺകുട്ടികളാവുമ്പോൾ അത് അത്രയും അങ്ങോട്ട് നാരദൻ പറഞ്ഞത് കേട്ടോളന്നില്ല എന്നും പറഞ്ഞ്. കാരണം ഈ വീടിന് ലോകമായിട്ടുള്ള ബന്ധം എപ്പോഴും സ്ത്രീകൾക്ക് അതും വേണേ, അതിനത് തന്നെ വേണ്ടേ. 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. ഇപ്പോൾ 10,000 1000 കുറഞ്ഞു, 60 വീണ്ടും കുറഞ്ഞു. ഷഷ്ട്യ, അടുത്ത ശ്ലോകം, ഷഷ്ട്യ തദോദിഗദ്രബി ജത കുലൗഖാൻ ദൗഹിത്രസൂനുരതസ്യത വിശ്വരൂപ ത്വത്രവർമിതം അജാഭയദീന്ദ്രമാജോ ദേവർത്തദീയ മഹിമാ കലു സർവചൈത്ര തഥ ഷഷ്ട്യ ദുഹിതൃഭി. ഷഷ്ട്യ 60, ഷഷ്ട്യ അഷ്ടിപൂർത്തി എന്ന് പറയാൻ കാരണം അതാണ്. ഷഷ്ഠം എന്ന് പറഞ്ഞാൽ 6, ഷഷ്ട്യ ടി വള്ളിയിട്ട 60. ഷഷ്ഠം മുറുക്കട്ട 6, ഷഷ്ടി വെള്ളിയിട്ട 60. ഷഷ്ട്യ 60 ദുഹിതൃഭി, പുത്രിമാരാൽ, പെൺമക്കൾ. ദുഹിതൃഭി 60 പെൺകുട്ടികൾ മുഖേന എന്തു ചെയ്തു? കുലൗഖാൻ സൃജത, കുലത്തെ വർദ്ധിപ്പിക്കുക, സൃഷ്ടിക്കുക. സൃജതി, സൃഷ്ടിക്കുക. ഷഷ്ട്യ തതോ ദുഹിതൃഭി, ഷഷ്ട്യ ദുഹിതൃഭി കുലൗഖാൻ സൃജത. വെർബ് എപ്പോഴും ശേഷ വരിക. ഇവിടെ കുലൗഖാൻ കഴിഞ്ഞിട്ടാണ് സൃജത അർത്ഥം പറയുമ്പോൾ വരിക. സൃജത കുലൗഖ എന്ന് പറഞ്ഞാൽ കുലൗഖാൻ സൃജത, തൻ്റെ കുലത്തെ പോഷിപ്പിച്ചു. 60 പെൺപുത്രിമാരിൽ കൂടിയിട്ട് പോഷിപ്പിച്ചു. ഷഷ്ട്യ ദുഹിതൃഭി കുലൗഖാൻ സൃജത, 60 പുത്രിമാരിൽ കൂടിയിട്ട് കുലത്തെ സൃഷ്ടിച്ചു. ദൗഹിത്രിസൂനുരതസ്യത വിശ്വരൂപ, മകളുടെ മകനാണ് വിശ്വരൂപൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കഥയാണ് പറയണത്. ദൗഹിത്രിസൂനു സ വിശ്വരൂപ, മകളുടെ മകൻ്റെ മകനായ, അതായത് മകളുടെയും പൗത്രനായിട്ടാണ് വരിക. മകളുടെ മകൻ്റെ പൗത്രനായ ദൗഹിത്രിസൂനു സ വിശ്വരൂപ. ദൗഹിത്രൻ പുത്രൻ്റെ പുത്രി, അവരുടെ സൂനു, ദൗഹിത്ര സൂനു.
ദുഹിതൃപി എന്ന മകളാണ് ദൗഹിത്ര എന്ന മകളുടെ മകളാണ്. അവരുടെ സൂനു മകളുടെ മകൻ, ഒരു തലമുറയും കൂടി അങ്ങോട്ട് പോയി എന്നർത്ഥം. അതിൽ കൂടെ വിശ്വരൂപൻ ഉണ്ടായി. മകളുടെ മകൻ വിശ്വരൂപൻ മകളുടെ മകൻ്റെ മകനാണ്. മകളുടെ മകൻ്റെ മകനായ വിശ്വരൂപൻ ഉണ്ടായി. അത ആജോ ഇന്ദ്ര സ്തോത്രവർമ്മിതം അജാപയത്. പിന്നീട് യുദ്ധത്തിൽ ദേവേന്ദ്രനെ നിന്ദുരുവഴിയുടെ സ്തോത്രം കൊണ്ട് രക്ഷ ചെയ്ത് ജയിപ്പിച്ചു. ഇന്ദ്രം സ്തോത്രവർമ്മിതം അജാപയത്. ആ വിശ്വരൂപനാകട്ടെ, വിശ്വരൂപൻ ഉണ്ടായി. ആ വിശ്വരൂപൻ്റെ കഥയെ പറയണത് ഇവിടുന്ന് അങ്ങട്. മകൻ്റെ മകളുടെ മകൻ, ദോഹിതൃ മകളുടെ മകൻ്റെ മകൻ, മകളുടെ മകൻ്റെ മകൻ ആയ അവൻ ആര്? വിശ്വരൂപൻ. ഇന്ദ്രം സ്തോത്രവർമ്മിതം അജാപേത്. ഇന്ദ്രനെ നാരായണ കവചം എന്ന മന്ത്രം കൊണ്ട് ഉപദേശിച്ച് ജയിപ്പിച്ചു ഇന്ദ്രനെ നർത്തം. വിശ്വരൂപൻ ഇന്ദ്രനെ സ്തോത്രം പറഞ്ഞുകൊടുത്ത് വിജയത്തിലേക്ക് നയിച്ചു. ഇന്ദ്രൻ കുറച്ച് പരാജയത്തിലായിരുന്നു. കഥയൊക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയും. ഗുരു മറഞ്ഞ തക്കം നോക്കി അസുരന്മാർ ഈ ദേവന്മാർ ഇന്ദ്രനെ തോൽപ്പിക്കുകയാണ് കഥ. സുഖസൗകര്യങ്ങളോട് കൂടിയിട്ട് ഇന്ദ്രൻ ഇരിക്കുമ്പോൾ ദേവഗുരുവായിട്ട് ബൃഹസ്പതി വരികയും ആ ബൃഹസ്പതിയെ വേണ്ട വിധം ബഹുമാനിക്കാതിരിക്കുകയും ചെയ്തു ഇന്ദ്രൻ. ഇന്ദ്രനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുരുത്തക്കടല്ലാണ്ട് ആ വിദ്വാൻ കാണിക്കില്ല. എല്ലാ സന്ദർഭത്തിലും ഇങ്ങനെ തന്നെയാണ്. ഗുരുനാഥനെ ഒന്ന് ബഹുമാനിക്കുക ആവശ്യമല്ലേ. എണീറ്റ് നിന്നിട്ട് സംഭ്രമത്തോടു കൂടി എണീറ്റ് നിന്നിട്ട് എനിക്ക് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടോ എന്ന ഭാവേന വിനയപൂർവ്വം നിൽക്കണം എന്നാ പണ്ടത്തെ നിയമം. എന്താണ് ഗുരു പറയുന്നത് എന്ന് കേൾക്കാൻ തയ്യാറായിട്ട് തൻ്റെ വല്ല കുഴപ്പം പറ്റിയോ എന്ന ഭാവത്തിൽ നിൽക്കണം. ഒക്കെ പണ്ടത്തെ ഓരോ ഉപചാരങ്ങളാണ്. അതിന് പകരം ഇന്ദ്രൻ ശ്രദ്ധിച്ചതേയില്ല. ഗുരു കടന്നു വന്ന് ശ്രദ്ധിച്ചതേയില്ല. ഗുരുനാഥൻ മറഞ്ഞു, ഈ മനസ്യത്തോട് കൂടിയിട്ട് മറഞ്ഞു. തന്നെ ബഹുമാനില്ലാത്ത സ്ഥലത്ത് താനെന്തിനാ നിൽക്കണം. അപ്പോൾ ആ കഥയൊക്കെ വിസ്തരിക്കുന്നുണ്ട് ഭാഗവത്തിൽ. ആ തക്കം നോക്കിയിട്ട് ഗുരു മറഞ്ഞാൽ എന്താണ്ടാവും? പരാജയം. ഗുരു മറഞ്ഞാൽ പിന്നെ അവർക്ക് പരാജയം അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. സംശയിക്കാനേ ഇല്ല ഈ കാര്യത്തിൽ. സ്വർഗലോകം ദാസുരന്മാർ തട്ടിയെടുത്തു. തക്കം നോക്കിയിട്ട്, ഈ തക്കമാണിപ്പോൾ. ഗുരു ഇല്ലല്ലോ, ഇന്ദ്രൻ ജയിക്കില്ല ഉറപ്പാ. ഗുരുവാണ് ഒരാളുടെ സർവ്വ വിജയത്തിനും കാരണം. അതേതായാലും ഇപ്പം നല്ലൊരവസരം കിട്ടി എന്ന് പറഞ്ഞ് ആ സുരന്മാരങ്ങോട്ട് തട്ടിയെടുത്തു. അപ്പം വിശ്വരൂപൻ എന്ത് ചെയ്തു? ഈ ഇന്ദ്രൻ വിശ്വരൂപനെ ഗുരുവായിട്ട് സ്വീകരിച്ചു തൽക്കാലം. കാരണം ഇന്ദ്രൻ ഈ ശരിക്കുള്ള ബൃഹസ്പതി മറഞ്ഞല്ലോ. ഇന്ദ്രൻ ബഹുമാനിക്കാത്തതിനെ തുടർന്ന് മറഞ്ഞു. അപ്പോൾ ഒരു ഗുരുനാഥൻ വേണം. പെട്ടെന്ന് ഇപ്പോൾ കാണാത്ത ഒരാളെ ഗുരുനാഥനാക്കാൻ പറ്റും. ഇവിടെ കാണാൻ തന്നെ ഇല്ല ബൃഹസ്പതി. ദേവഗുരു ബൃഹസ്പതിയാണ്, കാണുന്നില്ല. അപ്പം എന്ത് ചെയ്തു? വിശ്വരൂപനെ ഗുരുവാക്കി. അതാണ് ഗുരു വിശ്വരൂപൻ ഇന്ദ്രന് സ്തോത്രം വർമ്മിതം അജാപയത് എന്ന് പറഞ്ഞത്. ഗുരുവായൂരപ്പ അങ്ങയെക്കുറിച്ചുള്ള ആ സ്തോത്രം ഉപദേശിച്ചു കൊടുത്തു. ഏത് സ്തോത്രം? നാരായണ കവചം എന്ന അതിവിശിഷ്ടമായിരിക്കുന്ന മന്ത്രം. ഭാഗവതം പറയുമ്പോൾ അതിനെപ്പറ്റി പറയാം. 6ാമത്തെ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായമാണ് നാരായണ കവചം. പരാജയഭീതി, എന്തെങ്കിലും ദോഷങ്ങൾ, അടിക്കടി വിഷമങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ എല്ലാ ദോഷപരിഹാരമാണ് ഈ സംസ്കൃതത്തിൽ 2 കാര്യം. ഒന്ന് വിശ്വരൂപ ഉപദേശിച്ചു കൊടുത്ത നാരായണ കവചം, വിഷ്ണു സഹസ്രനാമം. ഇതൊക്കെ സർവദോഷ പരിഹാര മന്ത്രങ്ങൾ എന്നാണ് പറയുക. ഒരു കർമ്മം ചെയ്താൽ എന്ത് തെറ്റ് വന്നാലും വിഷ്ണു സഹസ്രനാമം ജയിച്ചാൽ പോവത്രേ. ആ ദോഷം അങ്ങോട്ട് ഇല്ലാണ്ടാവും എന്നാണ് പറയണത്. നാരായണ കവചം കുറച്ചും കൂടി ഒരു സ്വോദ്ദേശമായിട്ടുള്ളത്. അത് എന്തെങ്കിലും ഒരു ദോഷം തനിക്ക് കഷ്ടകാലം വന്നാൽ അത് നീങ്ങാനാണ് നാരായണ കവചം. ചെറിയ വ്യത്യാസമുണ്ട്. കഷ്ടകാലം വന്നാൽ നീങ്ങാൻ അല്ല വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലം പറയുക. ഒന്ന് മുക്തി, ഈ ലോകത്തുനിന്നും വിരക്തി ഉണ്ടാവും. 2 എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിൽ വല്ല അപാകത വന്നാൽ അത് തീരാൻ. 2 പ്രാവശ്യം പ്രപഞ്ചത്തിലുള്ള മുക്തിയും ദോഷപരിഹാരമായിട്ടുമാണ് വിഷ്ണു സഹസ്രനാമം. നാരായണ കവചോ
നാരായണ കവചം നമുക്ക് എന്തെങ്കിലും ജീവിതത്തിലൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ടാണ് നാരായണ കവചം. ജീവിത പ്രശ്നമാണ് എന്നർത്ഥം, കർമ്മത്തിലത്തെ പ്രശ്നമല്ല. മറ്റത് കർമ്മത്തിൽ പ്രശ്നമാണ്. പിന്നെ മുക്തിയുണ്ട്, ഭക്തിമുക്തിക്കും നന്ന്. ഇതങ്ങനെയല്ല. പൊതുവേ ജീവിതത്തിൽ പ്രശ്നം നേരിടുന്ന ഒരു കർമ്മം ചെയ്താലുള്ള ദോഷമല്ല. ചൊവ്വേ നമ്മൾ ജീവിതത്തിൽ പ്രശ്നം നേരിടുകയാണെങ്കിൽ അതിന് പരിഹാരമായിട്ടാണ് നാരായണ കവചം. ആ മന്ത്രം വളരെ പ്രധാനമായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ അതിനെപ്പറ്റിയൊന്നും പറയണില്ല. സ്തോത്രം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത്രയും ഇങ്ങോട്ട് പോരാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞല്ലോ. അങ്ങയെക്കുറിച്ചുള്ള നാരായണ കവചം എന്ന അതിവിശിഷ്ടമായിട്ടുള്ള മന്ത്രം ഇന്ദ്രനെ പഠിപ്പിച്ചു. ആര്? വിശ്വരൂപൻ. എന്താ കാരണം? വിശ്വരൂപനെ അദ്ദേഹം ആചാര്യനാക്കി കുറച്ചു കാലം. ശരിക്കുള്ള ഗുരു എവിടെ പോയി? ഇന്ദ്രൻ ബഹുമാനിക്കാത്തതിനെ തുടർന്ന് മറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ. ആ ഇന്ദ്രൻ ബൃഹസ്പതി മറഞ്ഞതിനെ തുടർന്ന് വിശ്വരൂപനെ ഗുരുവാക്കുകയും വിശ്വരൂപൻ തത്തോത്രവർമ്മിതം അജാബയത് അങ്ങയെക്കുറിച്ചുള്ള സ്തോത്രം ജപിച്ചു കൊടുക്കുകയും ചെയ്തു. നാരായണ കവചം ജപിച്ചാണ്ടോ വിജയിക്കാണ്ടിരിക്കണം? അങ്ങനെ ഇന്ദ്രൻ്റെ പരാജയഭീതി നീങ്ങി എന്ന് പറയാണ്. ദേവത്വദീയ മഹിമ സർവചൈത്രാഖലു. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ മഹിമ എല്ലാ ദിക്കിലും വിജയിക്കുന്നു. സർവചൈത്ര, യസുരന്മാരെ നല്ല ആർക്കാരെ വേണമെങ്കിലും ജയിക്കാൻ നാരായണ കവചം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും സാധിക്കും. ഗുരുവായൂരപ്പൻ്റെ കുറിച്ചുള്ള പ്രത്യേകതയുണ്ട്. വിഷ്ണു എന്നുള്ള സങ്കല്പം കടന്ന ഗുരുവായൂരപ്പൻ എന്ന് തന്നെയാണ് ഈ നാരായണീയത്തിനുള്ള പ്രത്യേകത. എപ്പോഴും ഗുരുവായൂരപ്പൻ എന്നൊരു പ്രത്യേകതയുണ്ട്. വിഷ്ണു എപ്പോഴും ഗുരുവായൂരപ്പനാവണമെന്നില്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഗുരുവായൂരപ്പൻ എന്നൊരു വാക്കുപോലും ഇല്ല. വിഷ്ണു ഭഗവാൻ അങ്ങനെയുള്ളൂ. ഇതങ്ങനെയല്ല. ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രാർത്ഥന, ഗുരുവായൂർ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു പ്രതിഷ്ഠയ്ക്ക് പ്രത്യേകതയുണ്ട്. കാരണം അവിടെ എന്ത് അസൗകര്യം സഹിച്ചിട്ടും എത്ര ആളുകളാണ് വരുന്നത് കണക്കെടുക്കാൻ പോലും പറ്റില്ല. അന്നദാനം ഉണ്ടെങ്കിൽ, ഇപ്പോഴല്ലേ അന്നദാനം വന്നത്, പണ്ട് അന്നദാനം ഉണ്ടോ? ഉണ്ടായിരുന്നില്ല. അപ്പോഴും അവിടെ തിരക്കുണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും, എന്ത് കാലാവസ്ഥയാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ഗുരുവായൂരത്തെ തിരക്ക് കുറേ സംഭവം ഇല്ലാണ്ടോ. അപ്പം അതുകൊണ്ട് ദേവത്വദീയ മഹിമ, അതാണ് ഗുരുവായൂരത്തമ്മൻ്റെ മഹിമ. ഏത് കാലത്ത് 365 ദിവസത്തിൽ ഏത് സമയമാണ് അവിടെ വ്യത്യാസമുള്ളത്? എല്ലാ ദിവസവും തിരക്ക് തന്നെ. സ്വപ്നത്തിലൊറ്റ കാണണം തിരക്കില്ലാണ്ട്, സത്യത്തിൽ കാണില്ല. അതാണ് ദേവത്വദീയ മഹിമ സർവചൈത്ര ഖലു. സ്വദീയ മഹിമ ഖലു സർവചൈത്ര. എല്ലാവരെയും ജയിക്കുന്നതാണ്. ഗുരുവായൂരപ്പനെ പിടിച്ചാൽ ഒരു കാര്യവും നടക്കാതെ കണ്ടില്ല. സർവ്വവിഘ്നങ്ങളും തീർത്ത് അവിടേക്ക് എത്തിക്കാൻ ഒരു പ്രത്യേക കഴിവ് ഗുരുവായൂരപ്പ അങ്ങേക്ക് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങയുടെ സംബന്ധിച്ച ഈ സ്തോത്രം ജപിച്ചിട്ട് വിശ്വരൂപൻ ജപിച്ച് കൊടുത്തിട്ട് ദേവേന്ദ്രൻ വിജയത്തിലെത്തിയത്. ദേവേന്ദ്രപരാജയമാണ് ശരിക്ക്. ഇന്ദ്രവിജയം എന്നും ഈ കഥയ്ക്ക് പറയും. ഞാൻ അതിൻ്റെ കഥ പറയുകയാണ് അടുത്ത ശ്ലോകം. പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരങ്കിരസപ്രഭാവാൻ ലബ്ധേകപുത്രമത തത്ര ഹതേ സപത്നീ സംഗേർ അമുഖ്യതപശത്തവമായയാസു. ഒരു കഥ പറയുകയാണ്. ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്ന് പറഞ്ഞിട്ടൊരു രാജാവ്. പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു. ശൂരസേന വിഷയം, ശൂരസേന രാജ്യം. വിഷയം എന്നുള്ള വാക്കിന് അവിടെ രാജ്യമാണ്. ഓരോ സ്ഥലത്ത് ഓരോർത്ഥ വാക്കിന്. ചിത്രകേതു പറഞ്ഞിട്ടൊരു രാജാവ്. അദ്ദേഹം എന്തുണ്ടായി? പുത്രാഗ്രഹി, പുത്രനെ ആഗ്രഹിച്ചു. എല്ലാവരും ആഗ്രഹിക്കണതാണല്ലോ പുത്രാഗ്രഹി. എന്നിട്ട് എന്ത് ചെയ്തു? ദ്രുപതി അങ്കിരസപ്രഭാവാൻ. നാരദനും അങ്കിരസും, രണ്ട് മഹർഷിമാർ. അതുപോലെ തന്നെ പർവ്വതൻ, നാരദൻ, അങ്കിരസ്, ഇവരൊക്കെ ഒപ്പം പലപ്പോഴും നടക്കണവരാണ്, കൂട്ടാളികളാണ്, സുഹൃത്തുക്കളാണ്. അപ്പം അതിൽ അങ്കിരസ് പറഞ്ഞതിനനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. അതാണ് പ്രഭാവാത്. അങ്കിരസ് പറഞ്ഞു കൊടുത്ത ഹോമം മുതലായിട്ടത് നടത്തിയിട്ട് അതിൻ്റെ പ്രസാദം ഭക്ഷിച്ചിട്ട് എന്നൊക്കെ വരുന്നു ഈ പ്രഭാവാത്. ഒറ്റ വാക്കുകൊണ്ടാണ് കഴിക്കുകയാണ്. അങ്കിരസിൻ്റെ ശക്തി കൊണ്ട്, അങ്കിരസ് നിർദ്ദേശിച്ച വഴിപ്രകാരം ലബ്ധ ഏകപുത്രം, ഒരു പുത്രനെ കിട്ടി. ലബ്ധ ഏകപുത്രം. പക്ഷേ കാര്യം ഉണ്ടായില്ല. തത്ര ഹതേ സപത്നീ സംഗേഹി.
ഒരു പത്നിക്കാണല്ലോ പുത്രൻ ഉണ്ടായത്. ഈ ശൂരസേന ഋഷിക്ക് 1000 പുത്രന്മാരുണ്ടെന്ന്. 1000 പത്നിമാർ, 1000 പത്നിമാരുണ്ട്. എന്താ അത് കഥ? ഭാഗവത്തിൽ 1000 ഒന്നുമല്ല പറയണം, 1000 × 1000 ആണ്. കണക്കാക്കുക തന്നെ വേണം. സഹസ്രാണാം സഹസ്രാണി, കുറേ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അക്കത്തിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ ധാരാളം പത്നിമാരുണ്ടായിരുന്നു. അനവധി പത്നിമാർക്ക് അഭയം കൊടുക്കുക, സ്ത്രീകൾക്ക് രക്ഷ കൊടുക്കുക എന്നുള്ള നിലയ്ക്കാണ്. അപ്പം അതുകൊണ്ട് എന്തുണ്ടായി? ഒരു പത്നിയിലാണ് അങ്കിരസിൻ്റെ ഹോമപ്രസാദം കൊണ്ട് പുത്രൻ ഉണ്ടായത്. അപ്പോൾ ബാക്കി പത്നിമാർക്കൊക്കെ അസൂയുണ്ടായി. രാജാവിന് പുത്രൻ ഉണ്ടായ പത്നിയോട് മാത്രമേ സ്നേഹമുള്ളൂ. അവിടെ പോവുക, കാര്യങ്ങൾ അന്വേഷിക്കുക, പുത്രൻ എന്താ വേണ്ടത്, പുത്രൻ്റെ അമ്മയ്ക്ക് എന്താ വേണ്ടത്. എന്നാൽ ഈ ബാക്കി കുറേ പത്നിമാരുണ്ട്, അവരുടെ കാര്യം അവഗണിച്ചു. പുത്രന്മാരുള്ള പത്നി, പുത്രൻ ഉണ്ടായ പത്നിയെ മാത്രം കണക്കാക്കി. അപ്പോൾ ബാക്കി പത്നിമാരെന്ത് ചെയ്തു? ഈ പുത്രനെ അങ്ങോട്ട് സൂത്രത്തിൽ രാജാവ് അറിയാതെ വധിച്ചു. വിഷം കൊടുത്തിട്ട്, ഇവരാണ് വരിച്ചതെന്ന് അറിയാൻ പാടില്ല, അല്ലാതെ വധിച്ചു. സപത്നി സംഗൈഹി ഹതേ, കൊല്ലപ്പെട്ടു. ഹതേ ലബ്ദേകപുത്രമഥ തത്ര സപത്നി സംഗൈ ഹത. സപത്നിമാർ മറ്റു പത്നിമാരാൽ വധിക്കപ്പെട്ടു ഈ കുട്ടി. അവമുഖ്യതവശസ്തവമായയാസു, ഇന്ദ്രവഴിയുടെ മായ കൊണ്ട് ഈ രാജാവ് വളരെയേറെ ദുഃഖിച്ചു. അമുഖ്യതവശസ്തവമായയാസു, മായയാണല്ലോ ദുഃഖത്തിനും സന്തോഷത്തിനും ഒക്കെ കാരണം. ദുഃഖിതരായി, അവശനായി രാജാവ്. ബാക്കി കഥ പിന്നെയാണ് പറയണത്. പ്രാക്ഷൂരസേന വിഷയേ കില ചിത്രകേതുപുത്രാഗ്രഹി നൃപതി അങ്കിരസപ്രഭാവാത് ലബ്ദേകപുത്രം. അങ്കിരസിൻ്റെ പ്രഭാവം കൊണ്ടൊരു പുത്രനെ കിട്ടി. ലബ്ദേകപുത്രം അത തത്ര ഹതേ സപത്നി സംഗേഹി, മറ്റു പത്നിമാരാൽ വധിക്കപ്പെട്ടു. എന്നിട്ടോ ദുഃഖിച്ചു. അമുഹ്യതവശസ്തവമായയാസു, അമുഹ്യത മോഹിച്ചു. ഗുരുവായൂരപ്പ, അങ്ങയുടെ മായ എല്ലാവരെയും ബാധിക്കണതാണല്ലോ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.